നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ എത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേരളത്തിൽ തുടരുകയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും DGP, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് മാതൃകയാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. കേരളത്തിൻ്റെ എല്ലാ മതദാതാക്കൾക്ക് ഒരു ചെറിയ സന്ദേശമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. അതായത് പതിവ് പോലെ വരാൻ പോകുന്ന കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ ഒരു മാതൃകാപരമായിട്ട് നമുക്ക് നടക്കാൻ സാധിക്കണം. ഉച്ചയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ജ്ഞാനേഷ് കുമാർ കൊച്ചിയിലേക്ക് എത്തിയത്. കൊച്ചിയുമായി അദ്ദേഹത്തിൻ്റെ അഭേദ്യമായ ബന്ധമുണ്ട്. 2001 മുതൽ 2004 വരെ അദ്ദേഹം കൊച്ചിയുടെ കളക്ടറായിരുന്നു. അന്ന് നിരവധി പദ്ധതികൾ, ഗോശ്രീ പാലം അടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ ഓർമ്മകൾ അയവിറക്കുന്നതിന് ഭാഗമായി ഇന്ന് അദ്ദേഹം ഗോശ്രീ പാലത്തിലൂടെ യുവാക്കളുമൊത്തൊരു നടത്തമൊക്കെ നടന്നിരുന്നു. ഒപ്പം തന്നെ സ്വൈപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് എല്ലാവരും വോട്ട് ചെയ്യണം, യുവാക്കൾ എല്ലാവരും തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി സമുദായ അവകാശം രേഖപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇന്ന് പങ്കുവച്ചിരുന്നു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഗാനം, അതായത് PRDയുടെ ഔദ്യോഗിക ഗാനവും ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗിക ഗാനവും ഇന്ന് അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. നാളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനം. അതിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള SIRമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കും. ഇന്നും ചില അനൗദ്യോഗിക പരിപാടികൾ അദ്ദേഹത്തിന് ഉണ്ട്. ചില സ്ഥലങ്ങളെ ആളുകളെ കാണുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗും നേതാക്കളുടെ മീറ്റിംഗും ഇന്ന് നടക്കുന്നുണ്ട് കൊച്ചിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.